പടുമുളയായിട്ടുണ്ടായിട്ടുള്ള ഈ ചെടി ഞാൻ വിചാരിച്ചിരുന്ന പപ്പായ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടപ്പോൾ പപ്പായ ആണോ എന്ന് നല്ല സംശയം വരുന്നുണ്ട്. കുറേ ചില്ലുകളുള്ള തണ്ടിൽ കൊലകൊലയായിട്ട് പൂക്കളുണ്ടാവുന്നു. ഞാനിന്നേവരെ അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ പപ്പായ ചെടിയുടെ ഇലയുടെ കടക്കിലായിട്ട് ഇലയും തടിയായിട്ട് ചേരുന്ന ആ ഭാഗത്ത് ഒരു പൂവുണ്ടാവും. ആ പൂവ് ഇതുപോലെ കൊലയായിട്ടൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ആൺപൂവായാലും പെൺപൂവായാലും. അപ്പോൾ ഇതെന്ത് ചെടിയാണെന്നാണ് എൻ്റെ ചിന്ത. പടുമുള ആയിട്ടുണ്ടായതായതുകൊണ്ട് ഇതിപ്പോൾ ഒറിജിനൽ പപ്പായ ആണോ അതോ വേറെ ഏതെങ്കിലും ചെടി, കാട്ടുചെടി, അതിൻ്റെ വിത്തുകൾ പക്ഷികൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് വളർന്നു വന്നാണോ എന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും കായ്ക്കുന്നൊന്നുമില്ല. കായ്ച്ചിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കായ പപ്പായ പോലെ ഉണ്ടോയെന്നെങ്കിലും നോക്കായിരുന്നു. അതിനൊരു ചാൻസും ഇല്ല. ഇലകളും തണ്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കുള്ള ഒറിജിനൽ പപ്പായ പോലെ തന്നെയാണ്. അപ്പോൾ ഇതെന്താ ചെടിയെന്ന് വല്ലവർക്കും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. വല്ല സ്പെഷ്യൽ ഐറ്റം പപ്പായയുടെ ആൺപൂക്കളുള്ള ഭാഗമാണോ നമ്മൾ കാണുന്നത്, വേറെ ചെടിയിൽ പെൺപൂക്കൾ ഉണ്ടാകുമ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, പപ്പായ ഉണ്ടാവുമായിരിക്കും. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്താൽ കൊള്ളാം. ഈ വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. അന്ന് എനിക്ക് കിട്ടിയ 2 ഉത്തരങ്ങൾ, ഒന്ന് ഇത് വള്ളിപ്പപ്പായയാണെന്ന്, രണ്ടാമത്തത് ആൺപപ്പായയാണെന്ന്. അപ്പോൾ രണ്ടിലും എനിക്ക് വലിയൊരു ഉറപ്പ് വന്നിട്ടില്ല. കാരണം വള്ളിപ്പപ്പായ പല ചിത്രങ്ങളും കാണുന്നത് ഇതുപോലെ വള്ളി പോലെ ഉണ്ടായിട്ട് ആ വള്ളിയുടെ തലക്കിൽ പപ്പായ ഉണ്ടായി നിൽക്കുന്നതായിട്ട്, ധാരാളം പപ്പായകൾ ഉണ്ടായിട്ട് ചിത്രങ്ങളുണ്ട്. അതേസമയത്ത് ഇതിൽ ഒരു കായ ഉണ്ടാവുന്ന പോലത്തെ ഒരു പൂവൊന്നും കാണുന്നില്ല. സാധാരണ പപ്പായയ്ക്ക് കായുള്ള പൂവിന് കടക്കിൽ വണ്ണം കൂടുതലുണ്ടാവും. അപ്പോൾ അത് പിന്നീട് കായായിട്ട് മാറും. ഇതൊക്കെ കണ്ടാൽ കായില്ലാത്ത തരം പൂക്കളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൺപപ്പായ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ സാധാരണ എല്ലാ പപ്പായയ്ക്കും ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവുന്നതായിട്ടാണ് ഞാൻ അധികം കണ്ടിരിക്കുന്നത്. ഇതൊരു പ്രത്യേകതരം തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ 2 ഐറ്റം ഉണ്ടാവുമായിരിക്കും. ഇങ്ങനത്തെ ആൺപപ്പായയും പെൺപപ്പായയും ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആൺപപ്പായ ആയിരിക്കും, വള്ളിപ്പപ്പായ തന്നെയായിരിക്കും. ഇതിൻ്റെ വേറെ ഐറ്റം വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിൽ വള്ളികളുടെ തലക്കിൽ പപ്പായ ഉണ്ടാവുകയും ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ ഇതെന്താണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ പപ്പായ ഉണ്ടാവുമെന്ന് അറിയാനുള്ള ചാൻസ് മിസ്സായി. കാരണം പല ചെടികൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം ആൺപൂക്കളാണ് ഉണ്ടാവുക, പിന്നീടാണ് കായുള്ള പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഇതിനുണ്ടാവുമായിരുന്നോ എന്നറിയാൻ ഒരു ചാൻസ് കിട്ടിയില്ല, വെട്ടിക്കളഞ്ഞു പോയി. വെട്ടിക്കളയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താനേ മുളച്ചുണ്ടായതല്ലേ. അപ്പോൾ മുമ്പ് അവിടെ ഇല്ലാത്തൊരു തരമല്ലേ. ഇതെന്ത് ചെടിയാണെന്ന് അറിയില്ലല്ലോ, ഉപദ്രവമുള്ളതാണോ എന്ന് പേടിച്ചിട്ട് തന്നെയാണ് വെട്ടിക്കളഞ്ഞത്.